മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. എന്തിനാണോ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ കോട്ടയത്തൊക്കെ നല്ല വികസനമുള്ള ഒരു ഹോസ്പിറ്റലല്ലേ. അപ്പൊ പിന്നെ എന്തിനാണ് ഈ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ല കേട്ടോ. കോട്ടയം മെഡിക്കൽ കോളേജ് അങ്ങ് എന്താ പറയാ, അങ്ങ് വികസനത്തിന്റെ അങ്ങ് മൂർധന്യ അവസ്ഥയിലാണെന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് മുഖ്യം കേട്ടില്ലായിരുന്നു ഇത് പറയുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. ഇപ്പൊ അതിന് ഏറ്റവും നല്ല ഉദാഹരണം കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ്. എത്രയോ പുതിയ നിർമ്മാണങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ദൃശ്യമായ വികസന പ്രവർത്തനങ്ങൾ സാധ്യമായ ഒരു മേഖലയാണ് ആരോഗ്യ മേഖല, കേരളത്തിന്റെ ആരോഗ്യ മേഖല. അങ്ങനെ നമ്പർ 1 ഒരു ആരോഗ്യ മേഖലയാണ് നമുക്കുള്ളത്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ മുഖ്യ ഇത്രയും കോടിയൊക്കെ മുടക്കിയിട്ട് ഒരു 10 ദിവസത്തിന് ഒരു ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നത്? എന്തിനാണ്? അത് മാത്രമല്ല, ഈ പറയുന്ന അമേരിക്ക, അതോടൊപ്പം തന്നെ ഇസ്രായേല്, ഇതൊക്കെ തെമ്മാടി രാഷ്ട്രമല്ലേ. അവിടെ പോയി ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാകാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. കാരണം അവർ വേറെ എന്തെങ്കിലും മരുന്ന് കുത്തിക്കയറ്റിയാലോ? കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പോയി കുറെ കോടികളൊക്കെ അങ്ങ് പൊളിച്ചതാ. ഇനിയും കുറെ കോടികളുടെ പൊടിക്കണം അല്ലേ? ഇവിടെ ഈ മെഡിക്കൽ കോളേജൊക്കെ ഇടിഞ്ഞു വീണ് ഒരു അമ്മ മരിച്ചത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാകും അല്ലേ? ഇനിയിപ്പോൾ ചോദ്യങ്ങളൊക്കെ വരുന്നതിനിപ്പുറം ഞാൻ പോയി ഒന്ന് സുഖചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് വരാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇല്ലയോ? മുഖ്യ, നമ്മളിതൊക്കെ പറയുന്നതേ പൊതുജനങ്ങളായതുകൊണ്ടാണ് കേട്ടോ. പൊതുജനം കരുതയായതുകൊണ്ട് പിന്നെ വന്ന് കുത്തി ജയിപ്പിച്ച് വിടുക. ഇനിയും പോയി ചികിത്സിച്ച് നല്ല രീതി വാ. പിന്നെ വന്നിട്ട് പിന്നെയും 10 വോട്ട് കിട്ടാൻ വേണ്ടി ഈ പറയുന്ന രാജ്യത്തെ തന്നെ പിന്നെയും തെമ്മാടി രാഷ്ട്രം അങ്ങോട്ട് പറഞ്ഞു. കൊള്ളാം, നടക്കട്ടെ. ഓക്കെ.